പഴയ പോലെ സൗന്ദര്യം ഇല്ലല്ലോ ഇപ്പം. ഈ നരകത്തിലിരുന്ന് ബോറടിച്ച് എൻ്റെ സൗന്ദര്യമൊക്കെ പ്രശ്നം പറ്റുന്നുണ്ട്. എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം. ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് കുഴപ്പം. പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാരൊക്കെ കാണും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ സൗന്ദര്യമൊക്കെ ശ്രദ്ധിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? യെസ്, കണ്ടന്റ് ക്രിയേഷൻ. അതാവുമ്പോ പൊളിക്കും. പക്ഷെ ഈ ആപ്പ് കണ്ടന്റ് ഒന്നും ഇടാൻ പാടില്ല. എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം, സ്റ്റാൻഡേർഡ് വേണം. ആൾക്കാർ ചിരിക്കുകയും വേണം, ചിന്തിക്കുകയും വേണം. നിത്യ ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു വെറൈറ്റി വേണമല്ലോ, അല്ലേ? വെറൈറ്റി ഐഡിയ എന്തെങ്കിലും ആൻറ്റിൻ്റെ ഉണ്ടാവുമോ? ഒന്ന് സോപ്പിട്ട് നോക്കാം. ആൻറ്റി, ആദ്യമൊന്നും കുഴപ്പമില്ല. ഇതിപ്പോ ഇവിടെ അങ്ങോട്ട് ഭയങ്കര ഓവറാക്കും കേട്ടാ, ഭയങ്കര ഓവറ. ഇവളുടെ ധാരണ എന്നാന്നറിയോ, ഇവിടെ എല്ലാവരും അങ്ങോട്ട് റാണിയാക്കി വെച്ചിരിക്കണം, തക്ക് റാണിയാക്കി വെച്ചേക്കണം സെറ്റപ്പ് ഒക്കെ. പോയി ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവില്ലേ, ഇതാണ് ഒരാളെ അങ്ങോട്ട്. അതെ, അവള് പറഞ്ഞതില് കാര്യമില്ലേ? എന്ത് കാര്യം? അല്ല, നീ എന്താ ഉദ്ദേശം? ഓവറാന്ന് ഉദ്ദേശം എന്താ? ഇവിടെ ഓവറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ അവരെയൊക്കെ മുമ്പിൽ കിടന്ന് ചുമ്മാ രണ്ട് വലിയ ആളാണെന്നുള്ള സെറ്റപ്പിൽ കാണിക്കുന്ന അതൊക്കെ ചുമ്മാ മോശമായി. ഇതൊക്കെ ഓവർ. ആദ്യത്തെ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുക. പൊന്നളിയാ, അവള് പറഞ്ഞതില് കാര്യമുണ്ട്. ഈ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസി, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കയറി ചോദിക്കേണ്ട ആൾക്കാരൊന്നും അല്ല ഈ മീഡിയ. അവർക്ക് അങ്ങനെ ഒരു അധികാരമൊന്നും ഇല്ല. അവൾ പറഞ്ഞതിൽ കാര്യമില്ലേ? എടാ, മീഡിയയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വിജയിക്കാൻ പറ്റും? അത് പറ്റത്തില്ല. പക്ഷെ ഈ പറഞ്ഞത്, എടാ ഞാനിപ്പോൾ ചോദിക്കുക, ഞാൻ ഈ ഫോണും കൊണ്ട് നിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ ഈ മുടി വെട്ടിയത് എവിടെയാണ്? നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് എത്രാമത്തെ തുള്ളിയാണ് ദാഹം തീർന്നത്? താൻ കുളിച്ചത് ഏത് സോപ്പിലാണ് എന്നൊക്കെ ചോദിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടുമോ? അതൊക്കെ ശരിയാടാ, ചില കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാ പറഞ്ഞ പോയിന്റ് കറക്റ്റാ. ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, ഞാൻ പറയുന്ന അതൊന്നും അല്ല. അതായത് ഒരു റാണി ഒരു സെറ്റപ്പിലൊക്കെ അങ്ങ് ആക്കി വെച്ചിട്ട് ഒരു അതിൻ്റെ ഒരു അഹങ്കാരത്തോടെയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ചൊറിയും. അവൾക്ക് ഒരു അഹങ്കാരവും ഇല്ല. അവൾ പറഞ്ഞത് കറക്റ്റ് പോയിന്റാ. അത് അല്ലെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കറിയാം. എടാ, ഞാൻ മാത്രമല്ല, ഞാൻ ഈ കാണുന്ന മലയാളികളായിട്ടുള്ള ചില ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട് ഓവറായെന്ന് തന്നെ ഞങ്ങൾ പറയും. ഈ നിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ ആരാണാവും? ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അങ്ങനെ എന്നെ എടുത്ത് പറയാൻ പറ്റില്ല. എന്നെ ഇപ്പം എൻ്റെ അതേ ചിന്താഗതിയുള്ള ഒരുപാട് ആളുകളുണ്ട്. നീയൊക്കെ തല കയറ്റി വെച്ചോണ്ടിരുന്നോ ഇപ്പം അത് നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അതെ, രാവിലെ ചൊറിഞ്ഞ വർത്താനം പറയരുത് കേട്ടല്ലോ. എനിക്ക് സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ സിനിമ ഇന്റർവ്യൂസും എല്ലാം കാണുന്നത്. നല്ല ഇന്റർവ്യൂകൾ കണ്ടിട്ട് വേണം നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ. കാരണം വലിയ സെലിബ്രിറ്റികളെ, എളിമയുള്ള സെലിബ്രിറ്റികളെയാണ് എനിക്കിഷ്ടം. നീ കുറെ നേരിട്ട് എളിമ ഏടാ, ആരാടാ എളിമയുള്ള സെലിബ്രിറ്റി എന്ന് പറഞ്ഞു? നീ എളിമയുള്ള സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ നീ രജനികാന്തിനെ കാണും. തമിഴ് വിട്, മലയാളം പറ. അല്ല, വിജയ് സേതുപതി മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, വേറെ പറ. ആസിഫലി, നീ കാണണം ആ എളിമ. നീ കണ്ടിട്ടില്ലേ? അതൊക്കെ വേറൊന്നും പറ. വേറെന്ന് വെച്ച് കഴിഞ്ഞാ ജീവൻ. അടാ, മലയാളം പറ. ജീവ തമിഴ്നാടൻ ജീവ. അല്ല, മലയാളത്തിലാണ് കൂടുതലും നോക്കുന്നത്. ജീവൻ ഭയങ്കര എളിമയാ. ആ വേട്ടാവളിയൻ. ആന വാ പൊളിക്കുന്ന കണ്ടോണ്ട് അണ്ണാ വാ പൊളിക്കരുത്, വാ കീറും. അണ്ണാനാണോ അണലിയാണോ എന്നൊക്കെ ഉള്ളത് പിന്നെ അറിയാം കേട്ടാ. എനിക്കൊരു സമയം വരും. അപ്പൊ നീ ഇതേപോലെ നീ എന്റെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ജീവ എന്നൊക്കെ വിളിച്ചോണ്ട് വരും. അങ്ങനെ ജീവ എന്റെ പട്ടി വരും. നീ ഓർത്ത് വെച്ചു, ഞാനിപ്പൊ പറഞ്ഞാലും നീ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു സെൽഫി എടുക്കാം. എടുക്ക്, നീ എടുത്തോ. എൻ്റെ ദൈവമേ, ഈ വീട്ടിലെ പണിയൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് ഞാൻ ചത്തു പോകത്തേ ഉള്ളൂ. ഒരു കൈസഹായത്തിന് ഒരാളെ കിട്ടാൻ തിളക്കം പച്ചപ്പം കിടച്ച സൗഭാഗ്യം. ഇത് ശനി ദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. അയ്യോ, പാട്ടും പാടി മേക്കപ്പും ചെയ്ത് പച്ച ഉടുപ്പും ഇട്ട് പച്ച ക്യൂട്ടക്സും ഒക്കെ ഇട്ട് ഇങ്ങനെ നടന്നു ഒരു പണിയും ചെയ്യണ്ട. ആന്റി ആ ടിപ്പിക്കൽ പെണ്ണാവാൻ പോവല്ലേ? ആന്റി ഇങ്ങനെയൊക്കെ കാണുമ്പോ ആന്റിക്ക് എന്തിനാ ഇത്ര അസൂയ? എനിക്ക് ഒരു അസൂയയില്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് പണിയെടുക്കുന്നു. എന്നാൽ ആന്റി ഒറ്റയ്ക്ക് കഷ്ടപ്പെടുക, എന്തെങ്കിലും ഒന്ന് സഹായിക്കാന്നൊരു ചിന്ത
അല്ല ആന്റീന്റെ 2 നിക്കറുമുള്ളി പിള്ളേരെവിടെ? അവരെ വിളിച്ച് ചെയ്യാൻ പാടില്ല. എന്നോട് എന്തിനാ പറയണേ? അവര് ഇവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന, അവരോട് എല്ലാ ജോലിയൊന്നും പറയാൻ പറ്റത്തില്ല ചെയ്യാൻ. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ഞാനൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയാൻ വന്നതാ ഇപ്പൊ. നീ എന്തോ പോസിറ്റീവോ പറയാൻ? ആന്റി ഒന്ന് ചിരിക്കാണ്ടി. ആന്റീന്റെ കൂടെ ജീവിച്ചത് എന്റെ ഒരു മുടി നരച്ച് അറിയാവോ ആന്റിക്ക്? അയ്യോ, പ്രായമായ അങ്ങനെ മുടിയൊക്കെ നരയ്ക്കും. ഈ വീടിന്റെ ഉള്ളിൽ തീരാനുള്ളതല്ല എനിക്ക് ജീവിതം എന്റേത്. എനിക്ക് പുറത്തേക്ക് പോണം. നീ പുറത്തു പോയി അവിടം വരെ പോവാ, സിറ്റ് ഔട്ട് വരെ പോയിട്ട് വാ. ഞാൻ ഈ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ലോകത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലും. അതാണ് എന്റെ ഐഡിയ. എങ്ങനെ? ബുദ്ധി വേണം, ബുദ്ധി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യാൻ പോവാ, റീൽസ്. അതെന്തുവാ? ഇതൊന്നും അറിയത്തില്ല, എന്നിട്ടാണ് വലിയ കാര്യത്തിൽ ഇങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടി എന്തുവാന്നത്? ആന്റി, ഞാൻ റീൽസ് ചെയ്യാൻ പോവാ. അതായത് ഞാൻ ആൾക്കാരെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെയൊക്കെ നന്നാക്കാൻ തീരുമാനിച്ചു. അയ്യോ, ആദ്യം സ്വയം നന്നാവും, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കും. എനിക്കറിയാം ആന്റി ഈ വലിയ ജാടയൊക്കെ കാണിക്കേണ്ട, ആന്റിക്ക് നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. ആദ്യം ആന്റി ആ എന്താ വർക്കിച്ചൻ അവനെ അവനാ? അയാളെ ഡിവോഴ്സ്. അയാളോ? വന്നിപ്പോ അവൻ അയാള് എനിക്ക് ഒന്നുമില്ലേലും അങ്ങനെ നിന്റെ അങ്കിളാ, അത് മറക്കണ്ട. വെറുതെ അതിന് മറ്റുള്ളവരെ കുറിച്ച് സംസാരിച്ച് ഞാൻ എന്റെ ഇത് കളയുടെ പോസിറ്റീവ് എനർജി കളയുന്നത്. ഇതൊക്കെ ചെയ്യുന്നോണ്ട് എന്തോ ഗുണമുണ്ടാ കാണാം. എന്റെ കർത്താവേ, ഇതിനെയൊക്കെ എവിടെ കൊണ്ട കൊള്ളിക്കും ഞാൻ. ഈ സെൽഫിക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ നിന്റെ പുറകെ ജീവ എന്ന് പറഞ്ഞ് നടക്കേണ്ടത്. ഇത് ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കാം. എന്തിനാണെന്നറിയോ? എന്റെ ബാത്റൂമിന് കണ്ണിട്ടാണ്ടിരിക്കാം. രാവിലെ തന്നെ പാച്ചും ഗോപാലിനും എന്താണ്? പാച്ചും ഗോപാലിനും തന്നെ. പാച്ചും ഗോപാലനല്ല, പാച്ചു അത്ഭുതം കൊടുക്കും. അതെ, ഒന്ന് ഒരച്ചു നോക്കപ്പോ കിട്ടും. ഒരു കോമഡി പറയാനെങ്കിലും പഠിച്ചൂടോ നിങ്ങൾക്കൊക്കെ? സ്റ്റാൻഡേർഡ് അല്ലടാ, സ്റ്റാൻഡേർഡ് കോമഡി അല്ലേ? പിന്നല്ലേ, അത് ചിരിക്കാൻ അറിയാത്തവർക്ക് മനസ്സിലാവില്ല. അതെ അതെ അതെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെന്താ? പറഞ്ഞു, ഞാൻ കേൾക്കാം. കാര്യം പറയാൻ പറ്റിയൊരു മുതലും പൊട്ടൻ കുട്ടാ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് അങ്ങോട്ട് വരുമോ? എന്താ കുട്ടനാ? അല്ല, ഞാനൊരു ഫ്ലോയിലങ്ങ് പറഞ്ഞു വരും. അയ്യടാ കുട്ടൻ. നീ കുട്ടനല്ലടാ, പൊട്ടനാ പൊട്ടൻ. അല്ല, എന്താ പറയാണ്ടെന്ന് പറഞ്ഞു? അതെ, ഞാൻ ഇൻസ്റ്റയില് പുതിയൊരു സാധനം തുടങ്ങാൻ പോവാ. ഒരു കണ്ടന്റ് വീഡിയോ. അതൊരു മികച്ച തീരുമാനമായിരുന്നു അല്ലേ? അപ്പൊ ഞാൻ അഭിനയിക്കണായിരിക്കല്ലേ? അയ്യോ, നിന്റെ അഭിനയം ഇവിടെ വേണ്ട. പിന്നെ എടാ പൊട്ട, ഇൻസ്റ്റയിൽ ആമ്പിള്ളേരൊന്നും വന്ന് ഒന്നും ചെയ്ത് റീച്ച് കിട്ടത്തില്ല. പെമ്പിള്ളേര് ചെയ്യണം. അത് സൗന്ദര്യമുള്ള പെമ്പിള്ളേര് ചെയ്താൽ മാത്രമേ റീച്ച് ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഇത് ആരെ വെച്ച് ജയിക്കാൻ വേണ്ടി? എന്നെ വെച്ചിട്ട്. ഇതാണ് സൗന്ദര്യമുള്ളത്. നീ അവന്റെ കൂടെ കൂടിയിട്ട് എന്നെ വെറുതെ ആക്കാൻ നിക്കണ്ട കേട്ടോ. എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ, സൗന്ദര്യത്തിലൊന്നും ഒരു കഥയില്ല. അഭിനയിക്കാൻ അറിയാമെങ്കിൽ ആൾക്കാര് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരും. അതൊക്കെ സത്യമാണ്. ഇതിനകത്ത് അഭിനയം വേണ്ട, ഇതിനകത്ത് ബുദ്ധി മതി. അപ്പൊ ഇതും വർക്കൗട്ട് ആവില്ല. ഞാൻ കിരണിന്റെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ തർക്കുത്തരം മാത്രം പറയണ്ട. ഐ എം വെരി സീരിയസ്. ആണോ? അതായത് ഞാനാണ് ഡയറക്ടർ, ഞാനാണ് കണ്ടന്റ് റൈറ്റർ. ക്യാമറ മാത്രം, അഭിനയം എല്ലാം ഞാൻ തന്നെ. ക്യാമറ മാത്രം നീ ഒന്ന് ഓൺ ചെയ്ത് തന്നാ മാത്രം മതി. ഫ്രെയിം ഒക്കെ ഞാനാ വെക്കാം. അപ്പോ അതിന് നിനക്ക് എത്ര കാശ് വേണ്ടി വരും? എനിക്ക് എത്ര വെച്ച് തരും? ഒരു ക്യാമറ വെറുതെ ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ആക്കിയാൽ മാത്രം മതി. അങ്ങനെ കൊച്ചാക്കി പറയല്ലേ. ക്യാമറ കൈകാര്യം ചെയ്യാൻ അങ്ങനെ നിസ്സാര കാര്യമൊന്നുമില്ല. അങ്ങനെ ക്യാമറമാൻ അങ്ങനെ കൊച്ചാക്കി പറയുന്നത് എനിക്ക് അല്ല, നിനക്കൊരു എക്സ്പീരിയൻസും കൂടെ ആയിരിക്കും. ഞാനൊരു റീല് ഷൂട്ട് ചെയ്യുമ്പോ ഒരു 100 രൂപ തരാം. പിന്നെ ഞാനിവിടെ മോഹൻലാലിനെ മമ്മൂട്ടിനെ പറ്റല്ലേ പടം എടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് സഹായം വേണമെങ്കിൽ ആ സഹായമായിട്ട് കേൾക്കണം, അല്ലാണ്ട് എക്സ്പീരിയൻസ്. ഞാൻ സഹായം അല്ല ചോദിച്ചത്, 100 രൂപ തരാന്ന് പറഞ്ഞിട്ടാ. 100 രൂപ? 100 രൂപയ്ക്ക് എന്റെ പട്ടി വരും. എടാ, നീ ഒരു പണി ഇല്ലാണ്ട് എവിടെ ഇരിക്കുമ്പോ 100 രൂപ കിട്ടാൻ നിനക്ക് ഒരു ചായെങ്കിലും പോയി കുടിച്ചൂടേടാ?